ചൂടായ പാനിലേക്ക് 150 മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവയിട്ട് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളകും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച കടുകും വറുത്ത് പൊടിച്ച ഉലുവയും കായപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുറിച്ച് വെച്ച മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ മാങ്ങയാണ് എടുത്തത്. ഇത് മാങ്ങ നല്ലോണം ചൂടാവുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം.